എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വൻപയറും മത്തങ്ങയും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കുതിരണം, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കുതിർക്കാനിട്ട വൻപയർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായിട്ട് അതിൻ്റെ മുകളിൽ വരെ എത്തുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ 3 വിസിലടിച്ചപ്പോഴത്തേനും എൻ്റെ വൻപയർ വെന്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് മാറും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ പകുതി കഷ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതും കൂടി വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 4 ഇല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും അരയാൻ പാടില്ല കേട്ടോ, ചതച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് മത്തങ്ങയും വൻപയറൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെയൊക്കെ അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അരപ്പിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് ഇത് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് 2 വറ്റൽമുളക് നടുവേ കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞതും 1 പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ എല്ലാ ഇതും മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 പിടി തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ബ്രൗൺ കളറായിട്ട് വരണം. കരിഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മമ്പയറും മത്തങ്ങയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരു ഫ്ലേവർ എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ മമ്പയർ ചെറുപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.